ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗ്രാമങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നഗരമാണ് മുനിസിപ്പാലിറ്റി. അതുകൊണ്ട് തന്നെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നീർത്തടങ്ങളെയും കൃഷിയിടങ്ങളെയും കണ്ടൽക്കാടുകളെയും ഒക്കെ മാറ്റി നിർത്തി മുനിസിപ്പാലിറ്റിക്ക് മുന്നോട്ട് പോകാനാവില്ല. നഗരങ്ങളിലെ സുസ്ഥിര വികസന സങ്കല്പങ്ങൾ തേടിയുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര തുടരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീ G വിജയരാഘവൻ, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ E കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. ഏറ്റവും പെട്ടെന്ന് ചൂടാകുന്ന സ്ഥലമാണ് പുനലൂർ. തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ അന്തരീക്ഷ താപനിലയാണ്. കാലാവസ്ഥാ വാർത്തകളിൽ മിക്കപ്പോഴും സ്ഥാനം പിടിക്കുന്ന പുനലൂർ കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ പ്രദേശങ്ങളിലൊന്നാണ്. നമുക്കതിന്റെ കാരണങ്ങൾ ചോദിച്ചറിയാം. ഒപ്പം അവരുടെ വികസന പദ്ധതികളും സ്വാഗതം ചെയ്യാം. പുനലൂർ മുനിസിപ്പാലിറ്റിയെ ഈ വേദിയിലേക്ക്. പുനലൂരിൽ നിന്നും ഇന്നിവിടെ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നവർ ചെയർമാൻ ശ്രീ SM ഖലീൽ, വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഗ്രേസി ജോൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ R ഗുരുദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ K ചന്ദ്രശേഖരൻ, കൂടാതെ മുൻ ചെയർമാൻ ശ്രീ MA രാജഗോപാൽ. നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ഏറ്റവും ചൂടുകൂടിയ പ്രദേശങ്ങളിലൊന്നാണ് പുനലൂർ. പുനലൂരിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ എന്താണ്? പുനലൂര് നിങ്ങൾക്കറിയാം, അതിൻ്റെ പേര് തന്നെ പുനൽ ഊർ, അതായത് തമിഴ്നാടുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പുനലൂര്. അപ്പോൾ തമിഴ്നാടിൻ്റെ ബോർഡറിൽ നിന്ന് 45 കിലോമീറ്ററോളം വരുമ്പോൾ പുനലൂർ പട്ടണത്തിൽ എത്തിച്ചേരും. അപ്പോൾ പണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് വ്യവസായികളും അല്ലെങ്കിൽ ആൾക്കാർ ഒരു വെള്ളം, അതായത് പുനൽ, അവർ വന്നിട്ടാണ് അവരുടെ ഇതിൽ നിന്നാണ് പുനൽ, വെള്ളം ഉള്ള ഊര്, അതായത് വെള്ളം ഉള്ള ഊരെന്നാണ്, അങ്ങനെയാണ് പുനലൂർ എന്നുള്ള പേര് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഞങ്ങളുടെ ടൗണിൽ അത് മധ്യഭാഗത്തൂടെയാണ് കല്ലടയാറ് ഒഴുകുന്നത്. അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം വളരെ ചരിത്ര പുരാതനവുമായ തൂക്കുപാലം പുനലൂരാണുള്ളത്. 1877 ബ്രിട്ടീഷുകാരനായിട്ടുള്ള ആൽബർട്ട് ഹെൻറിയാണ് ആ തൂക്കുപാലം നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ 1888 ഞങ്ങൾക്കൊരു പേപ്പർ മില്ലുണ്ടായി. അതുപോലെ 1941 ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലൈവുഡ് ഉൽപ്പാദിപ്പിക്കുന്ന ട്രാവൻകൂർ പ്ലൈവുഡ്സ് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഇതുപോലെ ഒരു സത്യത്തിൽ കൊല്ലം പട്ടണത്തിൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള മലയോര ഒരു പ്രദേശമായ ചെറിയൊരു പട്ടണം. ഈ പട്ടണത്തിൽ വളരെ പക്ഷെ പ്രാധാന്യമുള്ള കുറേ വ്യവസായങ്ങൾ വളരെ മുൻപ് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ചൂട് കൂടുതലുണ്ടാവാൻ എന്തെങ്കിലും കാരണമുണ്ടോ? തീർച്ചയായും തമിഴ്നാടുമായി വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് നമുക്കറിയാം പാലക്കാടും പുനലൂരുമാണ് ഏറ്റവും ചൂട് കൂടിയ പ്രദേശങ്ങൾ. അപ്പം ഈ നമ്മുടെ പാസ്, അതായത് ഈ മലമ്പ്രദേശങ്ങളുടെ ഇടയിലുണ്ടാകുന്ന കാറ്റാണ് ഞങ്ങൾക്ക് 2 മാസത്തോളം നല്ല കാറ്റ് ശക്തമായി വീശുന്ന ഒരു പ്രദേശമാണ് പുനലൂർ. അപ്പോൾ അതായിരിക്കണം ഞങ്ങളുടെ അവിടെ ചൂട് കൂടാനൊരു സാധ്യത എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുപോലെ തന്നെ ചൂടിപ്പം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഈ വർഷം എനിക്ക് തോന്നുന്നു പാലക്കാടിനെയും കവച്ച് വെച്ചുകൊണ്ട് പുനലൂർ ചൂടിൽ വളരെ അധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് തന്നെ ഞങ്ങൾ കൗൺസിൽ പോലും ആലോചിച്ചുകൊണ്ട്
അതിനെന്ത് ചെയ്യാൻ പറ്റും, പ്രകൃതിയെ എങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പരിധിയിൽ നിർത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. പുനലൂരിന്റെ പ്രധാനപ്പെട്ട സുസ്ഥിര വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഹൗസിങ്ങിലാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പുനലൂർ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നഗര ശുചീകരണവും മാലിന്യ സംസ്കരണവും, ഇതാണ് ഞങ്ങൾ രണ്ടാമതായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് കല്ലട 6 സംരക്ഷിക്കുക എന്നുള്ള ഒരു യജ്ഞം കൂടി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നിവിടെ പ്രധാനമായും ഏതാ അവതരിപ്പിക്കുന്ന പദ്ധതി? ഞങ്ങൾ ഞങ്ങളുടെ ഈ ഹൗസിംഗ് ഭവന നിർമ്മാണ പദ്ധതിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്വീപ്പ് എന്ന് പറഞ്ഞ ഞങ്ങളൊരു പദ്ധതി, അതായത് പുനലൂരിനെ ക്ലീൻ പുനലൂർ എന്നുള്ളൊരു പദ്ധതിയാണ്. അത് രണ്ടുമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇവരുടെ ഈ പദ്ധതികളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണ്ടേ? വികസന ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങിയെത്താം. ഓരോ മഹായാത്രയും ഒരു ചെറു ചുവടുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പുനലൂരിനെ ശുചിത്വ നഗരമാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടാണ് സ്വീപ്പ് എന്ന പദ്ധതി. പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് സ്വീപ്പിന്റെ പ്രവർത്തകരെ കാണാം. മാലിന്യ ശേഖരണത്തിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കടകളിലും വീടുകളിലും ബക്കറ്റുകൾ മുനിസിപ്പാലിറ്റി നൽകിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ചെറിയൊരു ഫീസ് ഈടാക്കുന്നു. അതിരാവിലെ തന്നെ സ്വീപ്പ് പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തകർ പുനലൂരിന്റെ തെരുവുകളിലെത്തും. 9:30 നഗരം വൃത്തിയാക്കി ഇവർ മടങ്ങുന്നു. ഇതൊരു വലിയ മാർക്കറ്റാണ്. ഇവിടെ ധാരാളം കച്ചവടം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മാലിന്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് ശേഖരിക്കാൻ മുനിസിപ്പാലിറ്റി വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ? മുനിസിപ്പാലിറ്റിയുടെ മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് ആണിത്. ഇവിടുത്തെ അറവു മാലിന്യങ്ങൾ ഇതിലാണ് നിക്ഷേപിക്കുന്നത്. 2 കോടി രൂപ മുതൽ മുടക്കി നഗരസഭ നിർമ്മിക്കുന്ന അത്യാധുനിക ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുമ്പോഴേക്കും പുനലൂരിന് ഒരു പുതിയ ശുചിത്വശീലം സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണ് സ്വീപ്പ്. പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനുള്ള സാമൂഹ്യ യജ്ഞമായി വിഭാവനം ചെയ്തിട്ടുള്ള സ്വീപ്പ് പദ്ധതിക്ക് 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. നിലവിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയാണ് 1ാം ഘട്ടം. ഈ ഘട്ടത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചുകൊണ്ടുവരാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും പ്രത്യേക പദ്ധതി നടപ്പാക്കും. സാമൂഹ്യ ബോധത്തിലൂന്നിയ ഒരു ശുചിത്വശീലം വളർത്തിയെടുക്കാനുള്ളതാണ് 2ാം ഘട്ടം. 3ാം ഘട്ടത്തിൽ സുസ്ഥിരമായ ഒരു മാലിന്യ നിർമ്മാർജ്ജന സമ്പ്രദായം നടപ്പാക്കുകയാണ് ലക്ഷ്യം. ഹോട്ടലുകളിൽ നിന്നും പുനലൂരിലെ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ എല്ലാത്തരം വേസ്റ്റുകളും ശേഖരിക്കുന്നത് ഈ ചേച്ചിമാരാണ്. പുനലൂർ നഗരസഭയിലെ ഡോക്വ പദ്ധതിയുടെ വോളണ്ടിയേഴ്സ് ആണ് ഇവരെല്ലാവരും തന്നെ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നഗരം ശുചിയാക്കാൻ ഇവരെപ്പോഴും ഉണ്ടാകും. ഈ മഴ പെയ്യുന്ന സമയത്ത് പോലും ഇവർ തങ്ങളുടെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കുടുംബശ്രീയിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുത്ത അംഗങ്ങളാണ് ഇവരെല്ലാവരും തന്നെ. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. ഇതാണ് പുനലൂരിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രം. ഇവിടെയാണ് ഇവർ മാലിന്യം നിക്ഷേപിക്കുന്നത്. റോഡുകളിൽ നിന്നും വീട്ടിൽ നിന്നും ടൗണിൽ നിന്നും എല്ലാം ശേഖരിക്കുന്ന മാലിന്യം ഈ കേന്ദ്രത്തിലാണ് ഇവർ നിക്ഷേപിക്കുന്നത്. കാരണം ഇവർക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. ആധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. മാലിന്യ പ്രശ്നങ്ങളിൽ മാത്രമല്ല, ജനങ്ങൾക്ക് വാസസ്ഥലങ്ങൾ ഒരുക്കുന്നതിലും മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കുന്നു. ഒരു കാലത്ത് പുറമ്പോക്കിൽ താമസിച്ചിരുന്നവരെ മുനിസിപ്പാലിറ്റി വീടുകൾ നൽകി പുനരധിവസിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം പുനലൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച വാംബേ കോളനിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ 25ഓളം വീടുകളുണ്ട്. ഇതുപോലെ 32 വാർഡുകളിലായി 1168 വീടുകൾ പൂർത്തീകരിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭവന നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകുകയും ഭവന നിർമ്മാണത്തിനായി